സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കോട്ടയം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പടയോട്ടം ജില്ലാ സ്പോർട്സ് മീറ്റ് സമാപിച്ചു. ഈരാറ്റുപേട്ടയിലെ വിവിധ ടർഫുകളിലായി നടന്ന മത്സരത്തിൽ മുണ്ടക്കയം ഏരിയ ഓവറോൾ ജേതാക്കളായി. വൈകുന്നേരം 5-ന് ഫ്രൈഡേ ക്ലബ് ബാഡ്മിന്റൺ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ സോളിഡാരിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പൂഞ്ഞാർ നിയുക്ത എംഎൽഎ അഡ്വക്കേറ്റ് എം.ജെ. സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായി. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈന നൌഫൽ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് പി.എ. മുഹമ്മദ് ഇബ്രാഹിം, വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സക്കീന അഷ്റഫ്, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് അർഷദ് അഷ്റഫ്, ജനറൽ സെക്രട്ടറി അഫ്സൽ സുലൈമാൻ മുണ്ടക്കയം എന്നിവർ സംസാരിച്ചു. യൂത്ത് കൾച്ചർ സെക്രട്ടറിയും സ്പോർട്സ് കൺവീനറുമായ ഹാമിസ് മുണ്ടക്കയം നന്ദി പറഞ്ഞു. സ്പോർട്ടിക്കോ ടർഫിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് സോളിഡാരിറ്റി സംസ്ഥാന സംഘടനാ സെക്രട്ടറി സാബിക് വെട്ടം ഉദ്ഘാടനം ചെയ്തു. ബാഡ്മിന്റണിൽ കോട്ടയം ഏരിയ ജേതാക്കളായപ്പോൾ ഈരാറ്റുപേട്ട ഏരിയ റണ്ണറപ്പായി. ക്രിക്കറ്റ് ടൂർണമെന്റിൽ മുണ്ടക്കയം ഏരിയ ജേതാക്കളായി. ചങ്ങനാശ്ശേരി ഏരിയ രണ്ടാമതെത്തി. ഷൂട്ടൌട്ട് മത്സരത്തിൽ ചങ്ങനാശ്ശേരി ഏരിയ വിജയിച്ചു. ക്യാരംസ് ഗെയിമിൽ മുണ്ടക്കയം ഏരിയയും കോട്ടയം ഏരിയയും 1-2 സ്ഥാനങ്ങൾ നേടി. ഒരേ പോയിന്റ് നേടി ചങ്ങനാശ്ശേരി, കോട്ടയം ഏരിയകൾ ഓവറോൾ റണ്ണറപ്പിനർഹരായി. സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറിമാരായ യാസിർ പുള്ളോലിൽ, അൻവർ ഹാറൂൺ, പി.എസ്. റമീസ്, സിയാദുൽ ഹക്ക്, അഫ്കർ കാഞ്ഞിരപ്പള്ളി, റാസി കെ റഷീദ്, കെ.എ. സമീർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പടയോട്ടം എന്ന പേരിൽ മെയ് 1 മുതൽ ആരംഭിച്ച സ്പോർട്സ് മീറ്റ്, അതിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെ പടയോട്ടം എന്ന പേരിൽ സോളിഡാരിറ്റി ഇങ്ങനെ ഒരു സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത് കേവലമായ ഒരു മത്സരങ്ങൾ സംഘടിപ്പിച്ച് അതിൽ പിരിഞ്ഞു പോവുക എന്നത് മാത്രമല്ല, ഒരു മത്സരത്തിന്റെ എല്ലാവിധ വീറും വാശിയും ആവേശവും ഒക്കെ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ സോളിഡാരിറ്റി എന്ന് പറയുന്ന ഈ യുവത്വം ഈ നാടിന് ആവശ്യമാണ്. ഈ നാട്ടിൽ പലതും ചെയ്യാൻ ഈ സംഘം ഇവിടെ കൂടുതൽ സുശക്തമായി ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനയുടെ ശാക്തീകരണം കൂടിയാണ് നമ്മുടെ ഓരോ മത്സരങ്ങളിലെയും ശക്തി തെളിയിക്കലിലൂടെ നാം പ്രകടിപ്പിക്കാൻ പോകുന്നത് എന്നുകൂടി ഈ കായിക മത്സരത്തിന്റെ പേരിൽ ഒരുമിച്ച് ചേരുകയാണ്. പലതരത്തിലുള്ള കൂട്ടായ്മകൾ, പലതരത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എല്ലാതരം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും പലതരത്തിലുള്ള ബാനറുകളും കൂട്ടായ്മകളും ഒക്കെ ഉള്ള കാലത്ത് ഇസ്ലാമിക യുവജന പ്രസ്ഥാനത്തിന്റെ ബാനറിൽ ഇങ്ങനെ അണിനിരക്കാൻ നാം തയ്യാറാവുക, സന്നദ്ധമാവുക, അതിന് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. നമ്മുടെ പരിസരത്തുള്ള, നമുക്ക് ചുറ്റുപാടുമുള്ള പല യുവാക്കളും അവരുടെ ആനന്ദത്തിന് വേണ്ടി, അവരുടെ ഒഴിവ് സമയം അല്ലെങ്കിൽ അത്തരം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അനാരോഗ്യകരമായ പലതും പല മേഖലകളിലേക്കും തിരിയുന്ന സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തെ ഇത്തരത്തിലുള്ള എല്ലാ സന്ദർഭങ്ങളിലും നമ്മോടൊപ്പമായിരിക്കുക എന്ന് പറയുന്നത്, അത് സമരം ചെയ്യുമ്പോഴും, അത് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലും, അത് കലാകായിക മത്സരങ്ങളിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിലും, അവർ ദീനീയായ രംഗത്തായിരിക്കുമ്പോഴും ഒക്കെ അത് ദീനിൻ്റെ മാർഗത്തിലായിരിക്കുക, ദീനിൽ പരസ്പരം പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പമായിരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ യുവാക്കളും അതിനോടൊപ്പം അണിനിരക്കുക എന്നതാണ് നമ്മുടെ വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും ധാരാളം പറയുന്നത് ആ സമൂഹത്തിന്റെ യുവാക്കളാണ്. നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ അതിന്റെ വലിയ ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത്, ഒരു യുവാക്കളുടെ വലിയ പ്രാതിനിധ്യമുള്ള ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ് നമ്മുടേത്. ആ നിലക്ക് നമുക്ക് ചുറ്റും വലിയ ഒരു യുവസമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. എത്ര വിദേശത്ത് പോയാലും, എത്ര മറുനാട്ടിലേക്ക് പോയാലും നമുക്ക് ചുറ്റും വലിയ ഒരു യുവസമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്
എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ ജീവിതത്തിലെ സമാസങ്ങളിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടി കോട്ടയം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കുറച്ച് പിള്ളേരെ അത്രയും അറിയാം. ഞാൻ 95 പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ അജയകാക്ക, പിന്നെ തമ്പി, ഇവരൊക്കെ ആയിരുന്നു ഇന്നത്തെ കാലത്ത്. എങ്കിലും തീർച്ചയായും ഇനിയൊരു ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നു. അത്ര സൗകര്യത്തോടെ ക്ലാസ്സിനാണ് ഇങ്ങനൊരു ക്ലബ്ബുണ്ട്. പക്ഷേ ക്ലബ്ബല്ല, അതൊരു വ്യക്തിയുടെ ബാക്കിയുണ്ട്. ഭയങ്കര മത്സരത്തിലൊക്കെ നിങ്ങളോട് മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നൽകുന്നു. ഇത് കൂടാതെ ഞാനും ഒരു സ്പോർട്സ് താരമായിരുന്നു. ഞാൻ ഹൈ ജമ്പിൽ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റേറ്റ് സെക്കൻഡായിരുന്നു ഹൈ ജമ്പ്. ഇത് കൂടാതെ എൻ്റെ ബ്രദർ നാഷണൽ റെക്കോർഡ് ഹോൾഡറാണ് വണ്ടൻ കളിയിലുള്ള. അദ്ദേഹം റെയിൽവേ ഓഫീസറായിട്ട് ഇപ്പോൾ US. ഇത് കൂടാതെ ഒരു ചെറിയ കലാപരിപാടി കൂടെ എനിക്ക് ഉണ്ടായിരുന്നു. സ്പോർട്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. മിസ്റ്റർ യൂണിവേഴ്സിറ്റി, മിസ്റ്റർ സെൻറ് തോമസ് ആയിരുന്നു. എൻ്റെ ഒരു മെയിൻ കലാപരിപാടി അതായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പയ്യെ സ്ലിപ്പ് ചെയ്ത് മാറി. കാരണം അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന പലരും ജോലിക്ക് കയറി. ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത് ഉള്ളവരും സ്പോർട്സിനുള്ളവരും ഒക്കെ. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. എൻജോയ്മെൻറ്റ് മാത്രമല്ല, ആരോഗ്യത്തിൻ്റെയും ഒരു രഹസ്യം കൂടിയാണ് ബാഡ്മിൻ്റൺ. പക്ഷേ ബാഡ്മിൻ്റൻ്റെ ഒരു പ്രശ്നം, എൻ്റെ ഇവിടുത്തെ ഒരു ബാൾഡർ പോയതാണ് ബാഡ്മിൻ്റനും വോളിബോളും കളിച്ച്. കാരണം ഇതിൻ്റെ നീക്കും എല്ലാം പ്രശ്നം വരും എപ്പോഴും. അത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ 6 ബ്രദേഴ്സാണ്. ഈ 6 ബ്രദേഴ്സും ഫാദറിൻ്റെ ആയിരുന്നു ഞങ്ങൾ ഈ ബാഡ്മിൻ്റനും ചെറിയ വോളിബോൾ കോർട്ടും പരിപാടിയെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ വളരെ ചേട്ടനുള്ളതുകൊണ്ട് ആ ചേട്ടൻ്റെ പാതയിൽ സ്പോർട്സിനോടുള്ള കമ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും ചെറിയ യോഗയൊക്കെ ചെയ്ത് വയസ്സായതുകൊണ്ട് ഒതുങ്ങി കഴിഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സംരംഭം അല്ലെങ്കിൽ ഈ ഒരു ക്ലബിനുള്ള എല്ലാ പിന്തുണയും, അതോടൊപ്പം നിങ്ങൾക്ക് ഏതാവശ്യത്തിനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസയും ചേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.